അത് UDF ഇന്ത്യ മുഴുവൻ മത്സരിക്കുന്നുണ്ടോ? 4 സ്റ്റേറ്റിൽ, പല പല സംസ്ഥാനങ്ങളിൽ പല സാഹചര്യമല്ലേ. ശരിയാണ്, കേരളത്തിൽ UDFന് മുൻതൂക്കം, നേരിയ മുൻതൂക്കം, ഇഞ്ചോടിഞ്ച്, ഇങ്ങനെ 3 തരത്തിലാണ്. ഇപ്പോൾ ചാണക്യ അവർ ഇഞ്ചോടിഞ്ച് എന്നുള്ള ഒബ്സർവേഷനാണ് അവർ നടത്തിയിട്ടുള്ളത്. എന്നാൽ കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റി UDFന് കിട്ടുമെന്ന് പറയുന്നവരുണ്ട്, നേരിയ വ്യത്യാസം മാത്രമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിലും എക്സിറ്റ് പോളിൽ DMK മുന്നണി ജയിക്കാൻ പോകുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ. എന്നാൽ നമ്മുടെ സിനിമാ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി അതിന് ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞിരുന്ന എക്സിറ്റ് പോളുകളും അവിടെയുണ്ട്. ന്യൂനപക്ഷമാണ്. ബംഗാളിൽ ഇതുപോലെ തന്നെയാണ്. TMC എന്നും BJP എന്നും പറയുന്നുണ്ട്. BJP എന്ന് പറയുന്നത് ആണ് താരതമ്യേന കൂടുതൽ. അങ്ങനെ വലിയ വ്യത്യാസമില്ലാത്ത ഒരു ഒബ്സർവേഷനുള്ളത് ആസാമിനെ കുറിച്ചും പുതുച്ചേരിയെ കുറിച്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച് പൊതുവിൽ നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നടത്താനുള്ള ഒരു നിരീക്ഷണം, എക്സിറ്റ് പോള് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അടുത്തെത്താത്ത സന്ദർഭങ്ങളുമുണ്ട്. ഇപ്പം കേരളത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നത് 5 വർഷം മുമ്പ് നടന്ന എക്സിറ്റ് പോളുകളാണ്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കില്ല, തുടർഭരണം ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള എക്സിറ്റ് പോളുകളിൽ ന്യൂനപക്ഷം വന്നിരുന്നു. പക്ഷേ ഭൂരിപക്ഷം LDFന് അനുകൂലമായ അന്തരീക്ഷമാണെന്നായിരുന്നു 5 വർഷം മുമ്പ് വന്നത്. പക്ഷെ അവരൊക്കെ 80-85 എന്നുള്ള റേഞ്ചിലാണ് LDFിൻ്റെ വിജയസാധ്യത, LDFന് 140 കിട്ടാൻ പോകുന്ന സീറ്റുകൾ എന്ന തലത്തിൽ പറഞ്ഞത്. 80 തൊട്ട് 85 വരെയാണ് പൊതുവിലും. അവസാനം വന്നതോ 99ആണ്. അപ്പോൾ 85 മാർക്കായിട്ടെടുത്താൽ പോലും 14 സീറ്റ് കൂടുതൽ പ്രവചിച്ചതിനേക്കാൾ LDFന് കിട്ടി. ഇത്തവണ മിക്കവാറും കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകളിലെല്ലാം 9-ൻ്റെയും 8-ൻ്റെയും 5-ൻ്റെയും 4-ൻ്റെയും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFൻ്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 ദിവസം പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹിപ്പ് നടത്തുന്നതിന് ഞാൻ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. 4-ാം തീയതി അറിയാൻ പോവുകയാണ്. എക്സിറ്റ് ഫലം എത്രത്തോളം യഥാർത്ഥ ജനവിധിക്ക് അടുത്തെത്തും എന്നുള്ളത് അക്കാഡമിക്കായിട്ട് നമുക്കിനി പരിശോധിക്കാം. അത്രമാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ മിസ്റ്റർ ഗാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോഡിയും അമിത്ഷായും ചേർന്നിട്ടുള്ള യൂണിയൻ ഭരണവും ഒരു പരിധിവരെ തൃണമൂലിൻ്റെ നേതൃത്വത്തിലുള്ള മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഗവൺമെൻറ്റും കൂടെ ചേർന്ന് ആഭാസകരമായ വിധത്തിൽ വലിയൊരു പരിധിവരെ ജനാധിപത്യ വിരുദ്ധമാക്കിയിരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷ മുന്നണി വളരെ ശക്തമായൊരു തിരിച്ചുവരവിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വോട്ടിൽ പ്രതിഫലിക്കും, സീറ്റിൽ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ അവിടെ ABP എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പത്രശൃംഖലയുണ്ട്, അമൃത ബസാർ പത്രിക ഗ്രൂപ്പ്. അതിൻ്റെ മലയാളിയായിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ഒരു ലേഖകൻ എന്നോട് പറഞ്ഞു, ഗ്രാമപ്രദേശങ്ങളിൽ പോയപ്പോൾ അവിടെ പട്ടാള വാഴ്ചയാണ്. മോഡിയും അമിത്ഷായും കൂടെ ഇറക്കിയിട്ടുള്ള പട്ടാളവും കേന്ദ്ര റിസർവ് പോലീസും ഏതാണ്ട് ഗ്രാമീണരെ ഭയപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണ്. നന്ദലാൽ ബോസ് ലോകപ്രസിദ്ധ ചിത്രകാരനാണ്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ വോട്ടർമാരാണ്, പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി. വലിയ ഇടപെടലുകൾക്ക് ശേഷമാണ് ഈ ട്രിബ്യൂണലൊക്കെ വന്നല്ലോ, ആ ട്രിബ്യൂണൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പ്രഖ്യാപിച്ചു. പക്ഷേ ഇലക്ടറൽ ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കില്ല എന്ന് പറഞ്ഞു. CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും മറ്റാളിലും ഇടപെട്ട് വലിയ രംഗങ്ങളുണ്ടായതിനു ശേഷമാണ് വൈകിട്ട് 5 മണിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലിരുന്ന ബംഗാളിലെ ഉദ്യോഗസ്ഥർ, പക്ഷെ അവർക്ക് വോട്ടില്ല. ഞാനവിടെ കൽക്കട്ടയിലുണ്ടായിരുന്നപ്പോൾ ഓരോ ദിവസവും പത്രങ്ങളിൽ മുൻപേജിൽ റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മോഡിയുടെയും അമിത്ഷായുടെയും ഉദ്യോഗസ്ഥനെ പോലെ പക്ഷം പിടിച്ചാണ് പൊതുവിൽ പലയിടത്തും പെരുമാറിയിട്ടുള്ളത്. ബീഹാറിലതുണ്ടായിരുന്നു. ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ അത് ബംഗാളിലും ആസാമിലുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ പ്രശ്നമായിട്ട് തുടർന്നുള്ള നാളുകളിൽ പ്രതിപക്ഷത്തിന് ഏറ്റെടുക്കേണ്ടി വരും. UDF വരും എന്ന് പറയുന്ന സർവേകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനാണ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പം ഒരു ഭരണവിരുദ്ധ വികാരം എന്ന ഒരു സാഹചര്യമില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആസൂത്രിതമായി വളരെ നിലവാരം താണ ആക്ഷേപങ്ങളും
ആരോപണങ്ങൾ ഉന്നയിച്ചു. അതൊന്നും ഈ എക്സിറ്റ് പോളിൽ അഭിപ്രായം പ്രകടിപ്പിച്ച വോട്ടർമാരെ ബാധിച്ചിട്ടില്ല. അപ്പം LDF ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പരിണിതപ്രജ്ഞനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കഴിവുകളെ, മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയാണ് ഈ എക്സിറ്റ് പോളിൽ പങ്കെടുത്ത ഭൂരിപക്ഷ വോട്ടർമാരും ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.